സലീം കുമാറിന് സ്മാരകം നിർമ്മിക്കാനുള്ള സർക്കാർ പ്രഖ്യാപനത്തിൽ വിമർശനവുമായി നടൻ മാമുക്കോയുടെ മകൻ നസീർ. സലീം കുമാറിന് സ്മാരകം നിർമ്മിക്കേണ്ടത് സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടല്ലെന്നും ബജറ്റിൽ തുക വകയിരുത്തിയത് ശരിയായ നടപടിയല്ലെന്നും നസീർ പറഞ്ഞു. സലീം കുമാർ എന്ന് പറയുന്ന മൺമറഞ്ഞു പോയ നമ്മുടെ അതുല്യനായ കലാകാരൻ, ആ കലാകാരന് വേണ്ടിയിട്ട് പൂക്കി സിഎമ്മിൻ്റെ ആളുകളുമൊക്കെ ആ ഒരു നന്ദി കാണിക്കുകയാണ്. ഒരു അണിയോടുള്ള നന്ദി, അണിയോടുള്ള സ്നേഹം എന്ന രീതിയിൽ കാണിക്കുന്ന ഒരു പരിപാടിയാണ് സലീം കുമാറിന് വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരു സ്മാരകം. ആ സ്മാരകം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഈ നമ്മുടെ മാമുക്കോയുടെ മകൻ പറയുന്നതിലൊരു തിരുത്തുണ്ട്. ഒരു പ്രതിമ പണിത് അതിൽ കാക്ക തൂറിയിരിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവർക്കും പ്രയോജനകരമാം വിധം അത് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് അതിനോടൊരു യോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങളോടെല്ലാം എനിക്ക് യോജിപ്പുണ്ട്. ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ ഈ സ്മാരകം എന്ന് പറയുന്ന ഒരു സാധനം അതായിരുന്നു ഈ നാട്ടിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് എന്ന് കൊങ്ങികൾ പറയുമായിരിക്കും. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ക്ഷേമ പെൻഷൻ 3000 ആക്കി വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാവുമെന്നാണ് പൂക്കി സതീശൻ അടക്കമുള്ള ആളുകൾ, സതീശനാദികളെല്ലാം ആദ്യമേ മെഴുകിയത്. ഇലക്ഷന് മുൻപും ഇലക്ഷന് ശേഷവും. പിന്നീട് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം സൗജന്യമായിട്ട് എല്ലാ മാസവും അവർക്ക് പഠന സഹായത്തിനായിട്ട് കൊടുക്കുമെന്ന് പറയുകയുണ്ടായി. സൗജന്യ ബസ് യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പ്രിയദർശിനി ബസ്, അത് അവർ പ്രാവർത്തികമാക്കി. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും ബഡ്ജറ്റിൽ കൊണ്ടുവരികയും ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് പല മദ്യനയവും പല കാര്യങ്ങളും ഇവർ ബഡ്ജറ്റിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികളുടെ അന്നം മുട്ടി. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന 10 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ അവർക്ക് കിട്ടാതെയായി. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടെന്നേ. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട ഒരു സാധനങ്ങളും അവർക്ക് കിട്ടുന്നില്ല. ഒരാനുകൂല്യങ്ങളും കിട്ടുന്നുമില്ല, ഇനിയോട്ട് കിട്ടാൻ പോകുന്നുമില്ല. കാരണം ഇവരുടെ കൂടെ നിൽക്കുന്ന, ഇവരോട് ചായ്വുള്ള, ഇവരെ ചേർത്ത് പിടിക്കുന്ന ആളുകളെ മാത്രം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പൂക്കി സതീശൻ അടക്കമുള്ള സതീശനാദികളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം. ഇവരോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടായിരിക്കണം സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് സ്മാരകം പണിയാനായിട്ട് ഇവന്മാർ മുന്നിലേക്ക് പോകുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇതിന്റെ താഴെയും കുറെ പേര് വന്ന് മെഴുകാം, എടാ പ്രതിമയല്ല സ്മാരകം എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് കോപ്പോ ആയിക്കോട്ടെ, നിങ്ങൾ പ്രതിമയോ എന്തോ ഉണ്ടാക്കിക്കോ, പക്ഷേ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ അന്നത്തിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട സാധനത്തിൽ മണ്ണ് വാരി ഇട്ടുകൊണ്ടാവരുത് നിന്റെയൊക്കെ ഈ വികസനങ്ങളും ഈ പ്രഹസനങ്ങളും ഒക്കെ. ഈ നാട്ടിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുണ്ട്. വയനാട്ടിലെ വീടില്ലാതെ നഷ്ടപ്പെട്ടു പോയ ഉറ്റവരും ഉടയവരും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അങ്ങനെ കുറെ ആളുകളുമുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിന്റെയൊക്കെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ഇതിനെതിരെ ചോദ്യം ചെയ്യില്ലായിരുന്നു. അതിന് പകരം അതിനെപ്പറ്റി ഒന്നും പറയാതെ, ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഒരു നീക്കിയിരിപ്പ് വെച്ചിരിക്കുകയാണ്. 1 കോടി രൂപ സലീം കുമാറിന് സ്മാരകം പണിയാൻ. അതേപോലെ തന്നെ ഒരു ഗായകന് വേണ്ടിയിട്ടും 1 കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തുണ്ടാക്കാനാണ്, എന്ത് കാണിക്കാനാണ് ഇവരെയൊക്കെ? ആ സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് സ്മാരകത്തിന്റെ ആവശ്യകത ഒന്നുമില്ല. ആ മനുഷ്യനെ എന്നും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. എല്ലാ ദിവസവും ടെലിവിഷനിൽ കൂടി കണ്ട് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ. കലാഭവൻ പണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് അദ്ദേഹത്തിനെ പറ്റി ആരെങ്കിലും ഓർക്കാതിരിക്കുന്നുണ്ടോ? ഒരു ദിവസം അദ്ദേഹത്തിനെ പറ്റി ഓർക്കാതെ ഒരു മനുഷ്യൻ പോലും പോകാറില്ല. അത് അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയെങ്കിലും ഇരിക്കുന്നതുകൊണ്ടാണ്? ഒരിക്കലും അല്ല. സ്മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പണിത് വെച്ചിരിക്കും. അവിടെ പോയിരിക്കുന്നവർ, അത് മേ ബി ലൈബ്രറി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പാർക്ക് ആയിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേറെ ഇതുപോലെയുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും 1 കോടി രൂപ സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്നല്ലേ മാറ്റി വെച്ചിരിക്കുന്നത്. സതീശന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫണ്ടൊന്നും അല്ലല്ലോ. ഈ 1 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെയൊക്കെ നികുതിയിൽ നിന്ന്, അല്ലെ നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ ഒരു പങ്കാണ്. ഈ തോന്നിവാസം കാണിക്കാനായിട്ട് ഇവന്മാർക്കൊക്കെ ആരാണ് ഈ അധികാരം കൊടുത്തത്? നമ്മൾ തന്നെയാണല്ലേ. നമ്മളിൽ ഓരോരുത്തരും വോട്ട് ചെയ്തുകൊണ്ടാണ് ഇവന്മാർ വിജയിച്ചത് കൊണ്ടാണല്ലോ ഈ തോന്നിവാസങ്ങൾ ഇവന്മാർ കാണിക്കുന്നത്. അപ്പൊ സലീം കുമാറിന് ഈ പറയുന്ന സ്മാരകം പണിയുന്നതിൽ കടുത്ത അതൃപ്തിയുമായിട്ട് തന്നെയാണ് മാമുക്കയുടെ മകൻ വരുന്നത്. ആ മകൻ പറയുന്നതിലും സത്യമുണ്ട്, അല്ലെ പറയുന്നതിലും കാര്യമുണ്ട്. അർഹതപ്പെട്ട ആളുകൾക്കെല്ലാം കൊടുക്കണം. അത് കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അത് ഓക്കെ, അത് കൊടുത്തു എന്നെങ്കിലും പറയാം. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടുന്ന ഒന്നും കൊടുക്കാതെ ഇവരുടെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തിന് ഇവരോടൊപ്പം നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന നയം അതത്ര നല്ലതല്ല സതീശൻ ജി. ജനങ്ങൾക്ക് വേണ്ടുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലാതെ വെറുതെ എവിടെയെങ്കിലും എന്തെങ്കിലും പണിത് വെക്കുന്നതിലല്ല കാര്യം. നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും കൂടി ഒരു അഭിമുഖം നടത്തി. അതിൽ ലക്ഷങ്ങളായി കോടികളായി പൊതുഖജനാവിൽ നിന്ന് ഫണ്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് വലിയ മെഴുകലായിരുന്നു. ഇതേ നിങ്ങൾ ഇന്ന് ഈ സ്മാരകത്തിന് വേണ്ടിയിട്ട് 1 കോടി രൂപ മാറ്റി വെക്കുന്നത് നിങ്ങളുടെ കീശ വീർപ്പിക്കാനല്ലേ, അല്ലാതെ സലീം കുമാറിനോട് വലിയ സ്നേഹമുള്ളത് കൊണ്ടാണോ? ആ സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ആരാധനയും ഒരുപാട് ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ കാരണം ആ മനുഷ്യനെ കേരളത്തിലെ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ്.
സലീം കുമാറിനെ പോലെ ഒരാൾക്ക് എന്തിനാണ് സ്മാരകം എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ സ്മാരകവും കോപ്പും ഒക്കെ പണിയുന്നതിനേക്കാൾ നല്ലത്, അല്ല അതൊക്കെ നിർമ്മിക്കുന്നതിനേക്കാൾ നല്ലത്, അതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ KPCCയുടെ ഫണ്ടൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് അദ്ദേഹത്തിന് ഒരു നല്ല നടനുള്ള, നല്ലൊരു കൊമേഡിയനുള്ള, നല്ലൊരു ഒരു ഒരു അവാർഡ് നിങ്ങൾക്ക് കൊടുത്താൽ പോരെ? അത് കൊടുത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആദരവാണ്. നിങ്ങളുടെ ആവശ്യം ആദരവ് കൊടുക്കണമെന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി ഓർമ്മിക്കണം, അതിനു വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് അതല്ലല്ലോ ആവശ്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം. ബാക്കി കിട്ടുന്നതിൽ നിന്ന്, നികുതിയിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പൊതുഖജനാവിലെ ഫണ്ടിലൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അത് ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മൾ അങ്ങോട്ട് നിക്ഷിപ്തമാക്കി കഴിഞ്ഞാൽ, അവിടെ നിന്ന് തൂക്കി കഴിഞ്ഞാലും ആരും അറിയത്തില്ലെന്നേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് ചെയ്യാം. അതൊക്കെ നമ്മുടെ കയ്യിൽ ഓടും. 1 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ ഇങ്ങെടുക്കാം. ബാക്കി പോയിട്ട് 50 ലക്ഷം മതി സ്മാരകത്തിന് എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം. ഇത് സലീം കുമാർ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എന്തായാലും ബാക്കിയുണ്ട് നോക്കാം. നല്ലൊരു നന്നായിട്ട് വായിക്കും. ഉപ്പന്റെ ബന്ധങ്ങളൊക്കെ നമ്മൾ കോമളത്തരം കളിച്ചു കൊടുക്കേണ്ട സിനിമ നടക്കുന്ന എന്തെങ്കിലും പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നല്ല. ഉപ്പനെ ഞാൻ ചെറുപ്പം മുതലേ കണ്ട വൈക്കോമതീശ്വരന്റെ കൂടെ നടക്കുന്നത്. അവിടുന്ന് വേറൊരു അറിവും വേറൊരു സ്വഭാവം ഉണ്ട്, വായിക്കണ സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സ്മാരകം വരികയാണെങ്കിൽ അതൊക്കെ കാക്കുകപ്പിടാനല്ല, ഒരു നല്ല ലൈബ്രറി 14 ജില്ലയിലും വന്നാലും അങ്ങനെയൊക്കെ വരണമെന്നുള്ള ആളുകൾ ഓർക്കും. ഒരു 10 സെക്കൻഡ് ഒരു 10 മിനിറ്റ് മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ ഇപ്പന്റെ ഒരു എന്തെങ്കിലും റീൽ ഇപ്പന്റെ വന്നു പോകും. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ദുനിയാവിൽ ലോകത്തിലില്ല. അത് ബഹുമാനിച്ചവരും കണ്ടോളും അവരൊക്കെ ചെയ്യേണ്ട ഒരു കേസാണ്. അവരെ പറ്റി അങ്ങനെ ഇപ്പൊ അത് സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ നിറയെ പല പ്രശ്നങ്ങളും നമുക്കറിയാം. എല്ലാ ഭാഗങ്ങളും ഇപ്പൊ വെക്കണം. ഒരു ആർട്ടിസ്റ്റ് മാത്രം ഒരു പണി കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഒരാളല്ല. ഇപ്പൊ സിനിമ കൂലിപ്പണി കാണുന്ന പോലെ കണ്ട ആളാ. അപ്പൊ അതൊക്കെ ചെയ്യണോലും ചെയ്യണം. പിന്നെ ബഹുമാനം മരിച്ചവരാരും ജീവിച്ചിട്ട് ഇവിടെ വന്ന് എത്തേണ്ടതാ, ചോദിച്ചു വാങ്ങേണ്ടതല്ല. സലീം കുമാറിന്റെ അർഹത അംഗീകാരം കൊടുക്കേണ്ട വേണം. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ച് അത് KPCCയോ സിനിമയിലുള്ള സംഘടനകളോ സിനിമയിലെ ആർട്ടിസ്റ്റുകളോ അവരൊക്കെ കൂടി ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടന തീരുമാനിക്കണം സലീം കുമാർ എന്ന ആർട്ടിസ്റ്റിനെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരവ് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് അയാൾ ജന്മനാട്ടിലോ അയാൾ ജീവിക്കുന്ന നാട്ടിൽ എറണാകുളത്ത് നല്ലൊരു ലൈബ്രറിയോ പൊതുജനം സമൂഹത്തിന് ഗുണം വരുന്ന ഉപകാരം വരുന്ന സാധനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം വേണം. സർക്കാർ മന്ത്രി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിനോട് ആ കമന്റുകളുടെ കൂടാണ് ശരിക്കും. നടൻ സലീം കുമാറിന് അദ്ദേഹം പറയുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. അതായത് സ്മാരകം അല്ലടാ മണ്ട ഈ പണിയാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു പ്രതിമ അല്ലടാ മണ്ട പണിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മെഴുകുന്നുണ്ട്. സ്മാരകമാണ് കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, പ്രതിമയല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മെഴുകുന്ന ആളുകളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞതിലുള്ള ബാക്കി കാര്യങ്ങളെപ്പറ്റി കേൾക്കാതെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെ ഒരു വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ശരിക്കും സലീം കുമാർ എന്ന് പറയുന്നൊരു മനുഷ്യന് സ്മാരകം പണിയുന്നതിൽ കൂടി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതിനു മുൻപ് ഒരുപാട് നടന്മാർ, ഒരുപാട് കലാരംഗത്തും കായിക രംഗത്തും ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള നമ്മുടെ അതുല്യനായിട്ടുള്ള കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇവരല്ലായിരുന്നു അധികാരത്തിൽ എന്നുള്ളൊരു വ്യത്യാസമുണ്ടായിരുന്നു. ഇവിടെ പൊതുഖജനാവിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി കട്ടുമുടിക്കണം എന്നുള്ളതായിരിക്കും ഇവരുടെയൊക്കെ തീരുമാനം. എന്തായാലും ഇവർക്ക് തന്നെ അറിയാം 5 വർഷമേ ഭരണത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷവും വേറെ പാർട്ടി ആയിരിക്കും വരിക. കാരണം നമ്മൾ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും എല്ലാ കാലത്തും ജനങ്ങൾ അംഗീകരിക്കില്ല. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് കാണിച്ചുള്ള പരിപാടികളൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും ജനങ്ങൾ വിലയിരുത്തിയത് കൊണ്ടുമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ഇപ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്ന ഒരു അവസരം നമ്മുടെ വീടും നമ്മുടെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ളതാണ് എന്നുള്ള രീതിയിലാണ് ഇതിനെയൊക്കെ ഇവന്മാർ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടാ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നിട്ട് പോയി വല്ല ഉള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ സ്മാരകം പണിയുകയോ പ്രതിമ പണിയുകയോ എന്ത് കോപ്പം ഉണ്ടാക്കിക്കോ. ഈ നാട്ടിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. അവരുടെ പെൻഷൻ, അവരുടെ റേഷൻ ഇതെല്ലാം മുടക്കിയിട്ട് വേണം നിനക്കൊക്കെ പോയിട്ട് ഈ സ്മാരകവും പഴമൊക്കെ ഉണ്ടാക്കാനായിട്ട്. ആദ്യം അതിലെന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ജയിപ്പിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്തത് നിങ്ങളുടെ തോന്നിവാസം കാണാനല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാനാണ്. നിങ്ങളെല്ലാം ജനങ്ങളുടെ തൊഴിലാളികളാണ്. ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടിരിക്കുന്ന ആ ജനങ്ങളാണ് ശരിക്കും മുതലാളികൾ. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കാണ് ആധിപത്യം, അല്ലാതെ ഇവിടെ ഭരിക്കാനിരിക്കുന്ന വലിയ മൂർത്തികൾക്കല്ല. പിണറായി വിജയൻ ഏകഛത്രാധിപതിയാണ്, ഏകാധിപതിയാണ്, ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നവനാണ്, മുൻചുണ്ടിയാണ്, കർക്കശ സ്വഭാവക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാഴിക്ക് 40 വട്ടം മെഴുകിയതല്ലേ. ഇപ്പം നിങ്ങളെന്താ കാണിക്കുന്നത്? രായാവേ, ഇത് രാജഭരണമൊന്നും അല്ലെന്ന്, ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ജനങ്ങളെ പ്രജകളായിട്ടല്ല കാണേണ്ടത്. ജനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മുകളിലിരിക്കുന്ന ആളുകൾ. ആ ജനങ്ങൾ തീരുമാനിക്കണം ഇവിടെ എന്ത് നടക്കണമെന്നുള്ളത്. ഇതൊന്നും തീരുമാനിക്കാതെ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ബാറിൽ ബെക്കാഡിയുടെ ഒരു നയം നമുക്കറിയാം, മദ്യനയം, നികുതി കുറച്ചുകൊണ്ടുള്ളത്.
പിന്നെ അതേപോലെ തന്നെ എത്ര വിഷയങ്ങളുണ്ട്. എല്ലാത്തിലും പെട്ടെന്നാ പൊടുന്നനെയാണ് ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ അവൻ്റെ വയറ്റിലേക്ക് കുറച്ച് ചെല്ലണം, കുറച്ച് ആഹാരം ചെല്ലണം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഒന്നും ഒരു തീരുമാനമില്ല, ഒരു ചിന്താഗതിയുമില്ല. അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കാലതാമസം വരും, കുറച്ച് വൈകിപ്പിക്കലുണ്ടാവും, വൈകലുകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇവരെ അംഗീകരിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. കാരണം സമയമെടുക്കുന്നേ, 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനിയും സമയം വേണം, ഒരുപാട് സമയം വേണം. 10 വർഷം കൂടി വേണ്ടി വരും ഇവന്മാർക്ക് ഇത് ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കൂടെയുള്ളവർ നന്നാവും, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നന്നാവും. ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നുമില്ലാത്തവരെന്നും ഒന്നുമില്ലാത്തവരായിട്ട് തന്നെ തുടരും. പിണറായി വിജയൻ അല്ല VD സതീശൻ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.